64ാമത് സംസ്ഥാന കലോത്സവത്തിൻ്റെ തിരി ഇതാ നാളെ രാവിലെ തെളിയുകയാണ്. അതിനു മുന്നേ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി തന്നെ പറയാം. അത് പൂർത്തിയായി എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇതാ ഈ കർട്ടൻ ഉയരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നാളത്തേക്കുള്ള സ്വാഗതഗാനത്തിൻ്റെ അവസാനവട്ട റിഹേഴ്സൽ പ്രേക്ഷകർക്കായി കാട്ടിത്തരാം. സ്വാഗതഗാനം കലാമണ്ഡലം തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. തൃശ്ശൂർക്കാരനായിട്ടുള്ള BK ഹരിനാരായണൻ രചിച്ച് മണികണ്ഠൻ അയ്യപ്പ സംഗീതം ചെയ്ത് നമ്മുടെ അഭിമാനമായിട്ടുള്ള കലാമണ്ഡലത്തിലെ വള്ളത്തോളിൻ്റെ നാമധേയത്തിലുള്ള മഹാകലാലയത്തിലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച കുട്ടികൾ എന്നൊക്കെ ഇവരെ പറയാം. ഇവർ മുതിർന്നു കുറച്ച് ഹയർ സെക്കൻഡറി കുട്ടികളാണ്. ഇവരവതരിപ്പിച്ച അതിഗംഭീരമായ ഇതുകൊണ്ട് തീരില്ല. ഇത് നാളെ അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മഹിമ മനസ്സിലാക്കുക. വളരെ മനോഹരമായൊരു തൃശ്ശൂർ ടച്ചുള്ള കലോത്സവമാണ് നമ്മുടെ കലാമണ്ഡലം അവതരിപ്പിക്കുന്ന സ്വാഗതഗാനം. നാളെ ഇവിടെ ശരിക്ക് പിന്നെ ഇത് ആരംഭിക്കുന്നത് തന്നെ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ കിഴക്കൂട്ടനിയന്മാരും കീഴ്ശ്ശേരി കുട്ടന്മാരും നേതൃത്വം നൽകുന്ന 2 പ്രമാണിമാർ നേതൃത്വം നൽകുന്ന 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളാണ്. നമ്മൾ ഇവിടെ വന്ന കുട്ടികളൊക്കെ എലഞ്ഞിത്തറ മേളെന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. കുടമാറ്റത്തിൻ്റെ നാടാണ് തൃശ്ശൂർ. അതുകൊണ്ട് 64 കുടകൾ മാറി മാറി അവിടെ പ്രത്യക്ഷപ്പെടും. പിന്നെ തുടർന്ന് കലാമണ്ഡലം അവതരിപ്പിക്കുന്ന പിന്നെ പരിപാടി ഉണ്ടാവും. മുഖ്യമന്ത്രി നേരിട്ട് കാണും ഇവരുടെ പരിപാടി. അത് കഴിഞ്ഞിട്ടായിരിക്കും വേദിയിലേക്ക് വരിക. നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയെന്നുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. ആ ഒരു ആവേശത്തിലാണ് മൊത്തത്തിൽ. നിങ്ങൾക്ക് മത്സരത്തിന് ഇറങ്ങുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓ ദേ, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ മൊത്തം ഒരു പൂരം മൂഡിലാണ്. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നാളെ ഇവിടെ കുടമാറ്റം ഉണ്ടാകും, പാണ്ടിമേളം ഉണ്ടാകും, ആകെ ഒരു ഇലഞ്ഞിത്തറ മേളം നാളെ നമുക്ക് കാണാം. പൂരം കൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ദാ ഇവിടേക്ക് വന്നാൽ മതി. ഒരു പൂരം തന്നെ നാളെ ഇവിടെ കാണാം അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞ് എല്ലാവരോടും തൃശ്ശൂരേക്ക് ഒന്ന് സ്വാഗതം ചെയ്ത എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും തൃശ്ശൂരേക്ക് സ്വാഗതം. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.